നമസ്കാരം. ഡൽഹിയിൽ അമർ ജവാൻ ജ്യോതിക്ക് മുന്നേ മാവോയിസ്റ്റ് ഭീകരവാദി അനുകൂല മുദ്രാവാക്യം വിളിച്ച പ്രതികളെ കസ്റ്റഡിയിൽ വിട്ട കോടതി. വാഗിഷ, അനിഷ എന്നീ ഭീകരവാദ അനുകൂലികളെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റ് 7 പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടു. സുരക്ഷാ സേനയുമായുള്ള ആക്രമണത്തിൽ വധിക്കപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് മദ്വി ഹിദ്മയ്ക്ക് അനുകൂലമായ മുദ്രാവാക്യമാണ് ഇവർ വിളിച്ചത്. 2 പ്രതികളെ 1 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലും മറ്റ് 7 പ്രതികളെ 13 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കുമാണ് നിലവിൽ അയച്ചിരിക്കുന്നത്. വാദങ്ങൾ കേട്ട ശേഷം കോടതി പ്രതികളെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. മുഖത്ത് മാസ്ക് ധരിച്ചാണ് ഇവർ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ എത്തിയത്. ഇവിടെ എത്തിയതിനു ശേഷം മുഖംമൂടികൾ അഴിച്ചുമാറ്റി ഇവർ ഭീകരവാദികളെ അനുകൂലിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷി പറഞ്ഞത്. ഭീകരവാദികളെ മുൻനിർത്തി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നു എന്ന വ്യാപകമായ ആക്ഷേപമാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസ് ഇസ്ലാമിക ഭീകരവാദികളെയും മാവോയിസ്റ്റുകളെയും വിഘടനവാദികളെയും ഒത്തുചേർത്തുകൊണ്ട് ഒരു മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതുമായി അവർ മുന്നോട്ട് പോവുകയാണ് എന്ന ആരോപണം വലിയ ശക്തമായ രീതിയിലാണ് കോൺഗ്രസിന് മുകളിൽ ഉയർന്നു കേൾക്കുന്നത്. ഡൽഹി കേന്ദ്രമാക്കി മാവോയിസ്റ്റ് ഭീകരവാദ അനുകൂല സംഘടനകൾ നിരവധിയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇവർ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറിയിരിക്കുന്നു എന്നുമുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇവർ തങ്ങളുടെ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ട മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളിലേക്ക് അവരുടെ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുകയും ഭീകര സംഘടനകളുമായി നിരന്തരം അവർ ബന്ധപ്പെടുകയും അതിനുശേഷം അവരുമായി ചർച്ചകൾ ചെയ്ത ശേഷം ഇതിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കിയതിന് ശേഷം തിരിച്ച് നഗരത്തിലെ വിദ്യാർത്ഥികളെ ഇതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകുവാനുമുള്ള തരത്തിലുള്ള റിക്രൂട്ട്മെന്റുകളാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണമായിട്ടുള്ള വലിയ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ്. മാവോയിസ്റ്റ് ഭീകരവാദികളെ ന്യായീകരിക്കാനുള്ള പോസ്റ്ററും ഇവർക്ക് വേണ്ടിയിട്ടുള്ള അനുകൂല മുദ്രാവാക്യങ്ങളും ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അനുകൂല ഘടകങ്ങളും ഇതിനുമായി ബന്ധപ്പെട്ട സ്റ്റോറികളും ഇവർ മെനയുകയും അതിനു വേണ്ടിയിട്ടുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട്. വലിയ ജനാധിപത്യ വാദമാണ് മാവോയിസ്റ്റുകൾ ഉയർത്തുന്നതെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് മാവോയിസ്റ്റുകൾക്കിടയിൽ പോലും ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്. സുനിത എന്ന മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് ഈ അടുത്ത കാലത്ത് കീഴടങ്ങുകയുണ്ടായി. അവർ പറഞ്ഞത് വളരെ ദുരിതപൂർണമായ ഒരു ജീവിതമാണ് മാവോയിസ്റ്റ് ക്യാമ്പുകളിൽ സ്ത്രീകൾ അനുഭവിക്കുന്നതെന്ന്. പലപ്പോഴും അവർ അടിമകളെ പോലെയാണ് ഇത്തരം ക്യാമ്പുകൾ കഴിയേണ്ടി വരുന്നത്. ലൈംഗിക ഉപകരണങ്ങളായിട്ടാണ് ഇവരെ കണക്കാക്കുന്നത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. നേതാക്കന്മാർ വലിയ ക്രൂരതയാണ് ഇവരോട് കാണിക്കുന്നത്. പലർക്കും രക്ഷപ്പെടാൻ വലിയ ഭയമാണ്. അത്ര നരക തുല്യമായ ജീവിതം നയിച്ചതിന് ശേഷവും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ വധിക്കപ്പെടും, കൊല്ലപ്പെടും എന്ന ചിന്തയാണ് പലപ്പോഴും ഇവർക്ക് ഇത്തരം ഭീകരവാദ കേന്ദ്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവരെ പിന്തിരിപ്പിക്കുന്നത് എന്ന് സുനിത പറഞ്ഞു. മദ്വി ഹിദ്മ വധിക്കപ്പെട്ട ശേഷമാണ് തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ധൈര്യം ലഭിച്ചത്. അതാണ് നാട്ടിലേക്ക് രക്ഷപ്പെട്ടതെന്നും അവർ പറഞ്ഞു. ഇത്തരത്തിൽ നിരന്തരം വലിയ ക്രൂരതകളാണ് സംഘത്തിനകത്തുള്ള ആൾക്കാരും അതിനോടൊപ്പം തന്നെ ആദിവാസികളും ഇവരിൽ നിന്ന് നേരിടേണ്ടി വരുന്നത്. വലിയ ബലപ്രയോഗങ്ങളാണ് ആദിവാസികൾക്കെതിരെ പോലും ഇത്തരം മാവോയിസ്റ്റുകൾ ചെയ്യുന്നത്. ഇത് മറച്ചു വെച്ചാണ് പലപ്പോഴും അർബൻ നക്സൽസ് മാവോയിസ്റ്റുകൾക്ക് വേണ്ടി വാദിക്കുന്നതും അവരുടെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതും. എന്തു തന്നെ ആയാലും 2026 മാർച്ചോടുകൂടി ഇവരെ ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസുമായും ഭീകരവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന ഇവർ പലപ്പോഴും വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകളാണ് ലക്ഷ്യം വച്ചിരിക്കുന്നത്. ഭീകരവാദികളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഗൂഢാലോചനകളാണ് ഇവർ നടത്തി വരുന്നത്. ഇപ്പോൾ SIR അട്ടിമറി ശ്രമങ്ങളുമായും ഇവർക്ക് വലിയ ബന്ധമുണ്ട് എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത്.
SIR-മായി ബന്ധപ്പെട്ട പശ്ചിമ ബംഗാൾ പോലുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടത്തുന്നതും ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ സംഘടിപ്പിക്കുവാനും ഇവർ വലിയ സഹായമാണ് ഭീകരവാദികൾക്ക് പോലും ചെയ്തു കൊടുക്കുന്നത് എന്ന് വലിയ സംശയമാണ് ഉയർന്നു കേൾക്കുന്നത്. വധിക്കപ്പെട്ട മാധവി ഹിത്മയും നിസ്സാരക്കാരിയല്ല. 2010 76 CRPF ജവാന്മാരെയാണ് അവർ ദന്തേവാഡയിൽ കൊന്നൊടുക്കിയത്. ഇനി 2013 ദർഭാവരിയിൽ നടന്ന ആക്രമണത്തിൽ 27 പേരെയാണ് അവർ കൊന്നത്. ഇതിൽ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഇവരോട് ഒരു മൃദു സമീപനമാണ് കോൺഗ്രസ് കാണിക്കുന്നത്. വളരെ പാലൂട്ടി വളർത്തുന്ന സമീപനമാണ് കോൺഗ്രസ് കാണിക്കുന്നത്. ഒരിക്കലും രാജ്യത്തിന് ഗുണകരമായ ഒരു വസ്തുതയല്ല. താൽക്കാലികമായിട്ടുള്ള ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് ഇവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം വലിയ ക്രൂരതയാണ് രാജ്യത്തിന് ഉണ്ടാക്കുന്നത് എന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ടോ? ഇത് ഇങ്ങനെയുള്ള വലിയ ചോദ്യമാണ് പൗരന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. 2022 സുഗമ ബീജാപൂരിൽ മാധവി ഹിത്മ നടത്തിയ ആക്രമണത്തിൽ 22 സുരക്ഷാ ജീവനക്കാർ കൊല്ലപ്പെട്ടു. ഇത്തരത്തിൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തിയിരുന്ന ഭീകരവാദിയാണ് മാധവി ഹിത്മ. അത്തരത്തിലുള്ള മാധവി ഹിത്മയാണ് ഇപ്പോൾ വലിയ നേതാവായിട്ട് സ്വാതന്ത്ര്യ പോരാളിയായിട്ടൊക്കെ ബന്ധപ്പെടുത്തി എത്രത്തോളം മാധവി ഹിത്മമാർ കൊല്ലപ്പെടുന്നുവോ അത്രത്തോളം മാധവി ഹിത്മമാർ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വരും എന്നൊക്കെ തരത്തിലുള്ള വലിയ മുദ്രാവാക്യങ്ങളാണ് ഈ ഭീകരവാദിക്ക് വേണ്ടി ഉയർന്നു കേട്ടത്. അതും ഡൽഹിയുടെ അമർ ജവാൻ ജ്യോതിക്ക് മുന്നേ വലിയ രീതിയിലുള്ള നാണക്കേടാണ് ഇത് ഭാരതത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഭീകരവാദികളെ അനുകൂലിക്കുന്ന അർബൻ നക്സൽസിനെയും അർബൻ ഭീകരവാദികളെയും ഒരിക്കലും ഇവരെ രക്ഷപ്പെടാൻ ഭരണകൂടം അനുവദിക്കില്ല. ഇവർക്ക് കർശനമായ ശിക്ഷ തന്നെ ലഭിക്കും എന്ന് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.